നമസ്കാരം. ഓൾട്ടോ എൻ്റെ സർവീസിൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ മാറേണ്ട നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്ററാണ്. ചില കസ്റ്റമേഴ്സ് പറയും ഓയിൽ 10,000 കിലോമീറ്റർ ഓടിയിട്ടില്ലല്ലോ, ചിലപ്പോൾ 1 വർഷം അല്ല 2 വർഷം ആയിക്കോട്ടെ, 10,000 കിലോമീറ്റർ മാറിയാൽ പോരെ എന്ന് ചോദിക്കും. പോരാ, 1 വർഷം അല്ല 10,000 കിലോമീറ്റർ മസ്റ്റായിട്ട് മാറിയിരിക്കണം. മാറിയില്ലെങ്കിൽ എഞ്ചിൻ സംബന്ധമായ പ്രോബ്ലംസ് വരും. ഒന്ന്. രണ്ടാമത്, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് 2 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ നമ്മൾ മസ്റ്റായിട്ട് മാറണം. മാറിയില്ലെങ്കിൽ ബ്രേക്കിൻ്റെ എഫക്റ്റ് കുറയും, സ്പോഞ്ച് പോലെ ബ്രേക്ക് വരും, പവർ കുറയും, പല കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. .3 ഫ്ലൂയിഡോ ഒഴിക്കാവുള്ളൂ. ബ്രേക്ക് ഫ്ലൂയിഡ്. കൂളൻ്റ്, റേഡിയേറ്ററിലെ കൂളൻ്റ് നമ്മൾ 2 ഇയർ അല്ലെങ്കിൽ 2 വർഷം ആകുമ്പോൾ മാറിയിരിക്കണം. ഇത് തുറക്കുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് തുറക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ തണുത്തിരിക്കുമ്പോൾ മാത്രമേ ഫ്ലൂയിഡ് കൂളൻ്റ് നമ്മൾ തുറന്ന് നോക്കാവുള്ളൂ. ചൂടായിരിക്കുമ്പോൾ തുറന്ന് നോക്കാൻ പാടില്ല. കൂളൻ്റ് നമ്മൾ 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 ഇയർ ആകുമ്പോൾ മസ്റ്റായിട്ട് മാറിയിരിക്കണം. സ്പാർക്ക് പ്ലഗ് നമ്മൾ 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷം ആകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് മാറിയിരിക്കണം. എയർ ഫിൽട്ടർ 4 ഇയർ അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ മാറിയിരിക്കണം. ഈ കാണിക്കുന്ന വാട്ടർ പമ്പ് ബെൽറ്റ്, ഈ ബെൽറ്റ് മാറേണ്ടത് നമുക്ക് 6 ഇയർ അല്ല 60,000 കിലോമീറ്ററാണ് വാട്ടർ പമ്പ് ബെൽറ്റ് മാറേണ്ടത്. AC ബെൽറ്റ് കംപ്ലൈൻറ്റ് സൗണ്ട് കൂടുതലായിട്ട് വരുവാണെങ്കിൽ മാത്രം മാറിയാൽ മതി. പിന്നെ പറയാനുള്ളത്, വാഹനം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നവരാണ്. 6 മാസം അല്ലെങ്കിൽ 5,000 കിലോമീറ്റർ മസ്റ്റായിട്ട് നമ്മൾ വീൽ അലൈൻമെൻറ്റും ബാലൻസും ബ്രേക്കും ചെയ്തിരിക്കണം. കാര്യം നമ്മുടെ റോഡ് അതേപോലത്തെ റോഡാണ്. കട്ടർ അടിക്ക് പോകാം, അല്ലാത്ത വഴി കൂടെ പോകാം. സ്വാഭാവിക അലൈൻമെൻറ്റ് വേരിയേഷൻ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. 6 മാസം കൂടുമ്പോൾ സർവീസ് സെൻറ്ററിൽ കൊണ്ട് വാഹനം ഒന്ന് കാണിക്കുന്നത്, ചെക്കപ്പ് ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് അറിയാം, എങ്കിലും ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്, നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ബോണറ്റ് തുറന്നിട്ട് നമ്മൾ അടയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് അടയ്ക്കരുത്. ഫുഡിന് ചളക്കം വരാൻ സാധ്യത കൂടും. ഏത് വാഹനമായിക്കോട്ടെ, ബലേനോ സ്വിഫ്റ്റോ ഓൾട്ടോയോ എന്തും ആയിക്കോട്ടെ, ഇങ്ങനെ പ്രസ് ചെയ്ത് അടയ്ക്കരുത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ അടയ്ക്കാവുള്ളൂ. ഇതാണ് എനിക്ക് പറഞ്ഞത്.